നാടെന്താണോ ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കുക. നാടിന്റെ ധൈര്യമാണ് CPIM. ആ ധൈര്യത്തിന് ഒരു ചോർച്ചയും പറ്റാത്ത നിലയിൽ മുന്നോട്ട് പോവുക. അതാണ് പൊതുവെ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും. മറ്റൊരു കാര്യം, ദേശീയപാതയിൽ പല സ്ഥലത്തും ടോൾപിരിവ് തുടങ്ങി. കുമ്പളയിൽ വലിയ പ്രതിഷേധമാണ്. ഇന്ന് ഒളവണ്ണ തുടങ്ങി. കോൺഗ്രസോടെ സമരത്തിന് ഇറങ്ങി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അപ്പോൾ അതിനെ എങ്ങനെയാണ് സംസ്ഥാനം കാണുന്നത്? നിർമ്മാണം 100% പൂർത്തിയായോ, അല്ലെങ്കിൽ ആ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം മാത്രം ടോൾപിരിവ് തുടങ്ങിയാൽ മതിയോ? അല്ല, നിർമ്മാണം സമയബന്ധിതമായി നടക്കണം. പക്ഷേ എല്ലാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടാകണം. നിർമ്മാണം പൂർത്തീകരിക്കപ്പെടാനാണല്ലോ ജനം ആഗ്രഹിക്കുന്നത്. ഇപ്പം തന്നെ പൂർത്തീകരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ എത്ര സൗകര്യത്തോടെയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരുന്നവർ നേരത്തെ മണിക്കൂറുകൾ 3, 4, 5 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 1.5-2 മണിക്കൂർ കൊണ്ട് എത്തുന്നുണ്ട്. വലിയ മാറ്റമാണത്. ഇപ്പോൾ ഇവിടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ജില്ലയിലും കോഴിക്കോട് ബൈപ്പാസ് വന്നതിൻ്റെ ഭാഗമായി വന്ന മാറ്റം നമുക്കറിയാം. നഗരത്തിലേക്ക് കയറി വടക്ക് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് ഇപ്പോൾ നഗരത്തിൽ കയറേണ്ട. അതിൻ്റെ ഭാഗമായി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഇപ്പം തന്നെ ഗതാഗതക്കുരുക്ക് ഉണ്ടെങ്കിലും അതിനൊരു പരിഹാരമായി അത് മാറി, ഒരു ആശ്വാസമായി മാറി. അപ്പോൾ ദേശീയപാത 45 മീറ്റർ 6 വരി സുരക്ഷിതമായി അതിൻ്റെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ച് എത്രയും വേഗത്തിൽ വരണമെന്നാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. എന്താണ് അല്ല, അത് നോക്കാം എന്താന്നുള്ളത്. ശ്രദ്ധയിൽപ്പെടുത്തുക. കാരണം സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്നാണ് ഒരു കാരണം പറയുന്നത്. മറ്റൊന്ന്, പ്രദേശവാസികൾക്ക് സൗജന്യ യാത്ര വേണമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ദേശീയപാത അതോറിറ്റിയുമായി റുട്ടീൻ യോഗങ്ങളുണ്ട്. അതിൽ ഇതൊക്കെ ചർച്ച ചെയ്യാം. ഒരു കാര്യം കൂടി, ഈ ഒരു വിവരാവകാശ രേഖ പുറത്തു വന്നിട്ടുണ്ട്. ഈ വയനാട് മുണ്ടൽക്കൈ ചൂരൽമല ദുരന്തത്തിൽ 22 കോൺഗ്രസ് MLA-മാരിൽ വെറും 7 പേർ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. അതുമാത്രമല്ല, UDF MP-മാരിലും 6 UDF MP-മാർ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. ഭൂരിപക്ഷം പേര് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതെങ്ങനെയാണ് നോക്കുന്നത്? അല്ല, ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും ഒന്നിക്കേണ്ടതാണല്ലോ. ജനം ആഗ്രഹിക്കുന്നതാണ്. ജനമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ ഒന്നിക്കണം എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കി പരിശോധിച്ചാൽ, ഒരു പ്രതിസന്ധി വന്നാൽ സർക്കാർ ആര് എന്ന് നോക്കാതെ എല്ലാവരും ഒന്നിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില രീതികൾ വരുന്നു. അത് കേരളത്തിലെ പൊതു രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. എങ്ങനെയത് വരാൻ കാരണം, ഇപ്പോൾ ചില കൺസൾട്ടന്റുമാർ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ നയിക്കുകയാണ്. ഇപ്പോൾ കനകോലു ഇവിടെ ഒരു കൺസൾട്ടൻ്റായി കഴിഞ്ഞ 3-4 കൊല്ലം വർക്ക് ചെയ്യുന്നു. ഒരു മാസം കനകോലുവിന് കൊടുക്കുന്ന കോടികളെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല. ആ കനകോലു ഉത്തരേന്ത്യയിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം ഇവിടെ കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കേണ്ടതില്ല എന്ന കനകോലു സിദ്ധാന്തം ഉൾപ്പെടെ ഇവിടെ ചിലർ നടപ്പിലാക്കുക. അപ്പോൾ കേരളത്തിന് സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, വ്യത്യസ്തമാണ്. ഇപ്പോൾ ചൂരൽമല ദുരന്തത്തിൽ സഹായം നൽകുക എന്ന് പറഞ്ഞാൽ നാട്ടിലെ സാധാരണ മനുഷ്യൻ അവിടെ ദുരിതബാധിതർക്കുള്ള കൈത്താങ്ങാണ്. അതിൽ നിന്ന് മാറി നിന്ന് സർക്കാരിനെ പരാജയപ്പെടുത്തി സർക്കാർ അതിലൊരു പരാജയമാണെന്ന് സ്ഥാപിക്കുക എന്നാണല്ലോ ഇതിൻ്റെ തന്ത്രം. അതിൻ്റെ ദോഷം അനുഭവിക്കുക ആരാ? സാധാരണ മനുഷ്യരാണ്, അവിടുത്തെ ദുരന്തബാധിതരാണ്. ഇത്തരം രീതി നേരത്തെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ രീതി കേരളത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം ഇത്തരം കൺസൾട്ടന്റുമാരാണ്. ഈ കൺസൾട്ടന്റുമാർ നാളെ ഈ പറയുന്ന പാർട്ടികൾക്ക് തന്നെ അപകടം ചെയ്യും. ഈ PV അൻവറിനോട് ബേപ്പൂരിൽ സജീവമാകാനൊക്കെ UDF നേതൃത്വം പറയുന്നുണ്ട്. ബേപ്പൂരിൽ മത്സരിച്ച് കഴിഞ്ഞാൽ മറ്റു മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യുമെന്നൊക്കെയാണ് UDFിന്റെ വിലയിരുത്തൽ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒരു ശക്തമായ എതിരാളിയായിട്ട് കാണുന്നുണ്ടോ അൻവറിനെ? അല്ല, ജനാധിപത്യത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും ഏത് മണ്ഡലത്തിലും മത്സരിക്കാം. അതിലൊന്നും നമ്മൾ കയറി അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കോഴിക്കോട് ജില്ലയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവിടെ 13-ൽ 13 സീറ്റും LDF ജയിക്കും. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തവണ ലഭ്യമായ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടി LDFിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും വിജയിക്കേണ്ട മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഒന്നാണ് ബേപ്പൂർ, LDFിൻ്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും. അപ്പോൾ ആ നിലയിലേക്ക് കേരളത്തിൽ LDF MLA-മാരുള്ള കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളിൽ വികസനം നടന്നിട്ടുണ്ട്. UDF MLA-മാരുള്ള മണ്ഡലങ്ങളിലും സർക്കാർ നൽകേണ്ട പദ്ധതി, മറ്റു കാര്യങ്ങൾ, ഫണ്ടും ഒക്കെ നൽകിയിട്ടുണ്ട്. അത് പൊതുവേ കോഴിക്കോട് ജില്ലയിൽ LDFന് അനുകൂലമായ സ്ഥിതി വരും. UDFിലാണെങ്കിൽ കുഴപ്പങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ
ഉണ്ടായിട്ടുള്ള UDFന്റെ ചിലരുടെ തോൽവി, അതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രസ്താവന, കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവസാനം BJP ജയിക്കുന്നിടത്തേക്ക് എത്തുന്ന നിലയിൽ വോട്ട് മാറി ചെയ്യൽ, ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ആളുകൾ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ജില്ല ഇന്നും ഇടതുപക്ഷത്തോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. അവിടെ UDFന് ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം, അത് UDF ആണ് തീരുമാനിക്കേണ്ടത്. ആർക്കും മത്സരിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം നാട്ടിലുണ്ട്. അതൊന്നും വെറുതെ ചർച്ച ചെയ്ത് സമയം കളയേണ്ടതില്ല. LDFൽ ആര് മത്സരിക്കുമെന്നുള്ളത് LDF ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കോഴിക്കോട് ജില്ലയിൽ പൊതുവെ LDF നല്ല സാധ്യത കാണുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. LDFന് അനുകൂലമായ സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. സ്വാഗതം ചെയ്യും. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ടല്ലോ.